മുന്താണെ മുടിച്ച് എന്നതിൽ നിന്നും ജഗദമ്മയിലേക്ക് എത്തുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം. ഞാൻ തിരിഞ്ഞു നോക്കാം. ഒറ്റപ്പടം കൊണ്ട് സ്റ്റാറായി ഒരു വർഷം ആ പടം ഓടിച്ചു. ഇങ്ങനെയൊക്കെ സാധാരണ സംഭവം. ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ മൂഞ്ഞാണം എങ്ങനെയാണ് സംഭവിച്ചത്? പക്ഷെ അതിൻ്റെ ഉദ്ഭവിക്കൽ ഉദിച്ച ആ ഒരു തത്തര തലനങ്ങളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ സാങ്കല്പികതയിലേക്കുള്ള ഒരു സമദൂരം എങ്ങനെയാണ്? അല്ല, നമ്മൾ അതിനെപ്പറ്റി സ്ഫടികം എന്നൊരു സിനിമ ഇപ്പോൾ രണ്ടാമത് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരുപറ്റം ആൾക്കാരില്ലല്ലേ ഇവരൊന്നും. ഇവരുടെ കൂടെ വർക്ക് ചെയ്തൊക്കെ എന്തൊരു വലിയ സംഭവമായിരുന്നു. KPS ചേച്ചി എന്ന് പറഞ്ഞാൽ സെറ്റിലുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മുഴുവൻ നിയന്ത്രണവും അവരുടെ കയ്യിലായിരിക്കും. റൂമിൽ ഫോൺ വന്നാൽ ആരാ അവർ റെഡിയാവുക, അപ്പോൾ എത്തോത്തിനെ എപ്പോൾ വിളിക്കുന്നത്, ആ ഷൂട്ടിങ് നടക്കുന്ന അങ്ങോട്ട് വാ. എന്നോട് അഭിപ്രായമൊന്നും ചോദ്യമൊന്നുമില്ല. എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ എടുക്കാൻ പറ്റും. മഹാഭാരതമോ ഖുറാനോ ഗീതയോ ഒന്നും അല്ലല്ലോ. നിങ്ങളെങ്ങനെ അങ്ങനെ മാറ്റും, നിങ്ങളെങ്ങനെ ഇങ്ങനെ എടുക്കുമെന്ന് വിമർശിക്കാൻ. എൻ്റെ സിനിമ എൻ്റെ സിനിമ. വെൽക്കം ടു കൗമുദി മൂവീസ്. എൽ ജഗദമ്മ 7ാം ക്ലാസ് B എന്ന മൂവിയുടെ വിശേഷവുമായി നമ്മളോടൊപ്പം ചേരുന്നു ഉർവശി മാം, ശിവപ്രസാദ് സർ ആൻഡ് കലീഷ്. വെൽക്കം. എൽ ജഗദമ്മ, ഉറപ്പായിട്ടും ഉർവശി മാം ആയിരിക്കും ജഗദമ്മ. സോ ഈ മൂവിയുടെ വിശേഷം May 2 റിലീസ് എന്ന് കണ്ടു. സോ അതിൻ്റെ വിശേഷങ്ങളെ പറ്റിയിട്ട് പറയാം. പടം കണ്ടില്ലേ? ഒരു പാൻ പഞ്ചായത്ത് സിനിമ. ഈ പാൻ പഞ്ചായത്ത് സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ വളർന്ന ഒരു പഞ്ചായത്തിലാണ്. അപ്പോൾ പഞ്ചായത്തിനെ കുറിച്ച് എനിക്ക് ആധികാരികമായി പഠിക്കാനും ഒക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ പാൻ ഇന്ത്യൻ പാൻ അമേരിക്ക പടമൊന്നും എടുക്കാൻ നമുക്ക് യാത്രകളോ അനുഭവങ്ങളോ ഇല്ല. ഇത് അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒരു പഞ്ചായത്തിലുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു പഞ്ചായത്തിൽ നടക്കുന്നത്. അത് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആണ് നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളെല്ലാം. ഈ പഞ്ചായത്തിൽ നിന്ന് ഉള്ള നമ്മുടെ സംസ്ഥാനത്തിലെ കാര്യങ്ങൾ വരെ നിയന്ത്രിക്കുന്ന ആൾക്കാർ ഈ പഞ്ചായത്തുകളിലൊക്കെ ഉണ്ട്, രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയൊക്കെ. ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പഞ്ചായത്ത്. എനിക്കറിയാവുന്ന പഞ്ചായത്ത്, എൻ്റെ പഞ്ചായത്തല്ല, പഞ്ചായത്തുകളെക്കുറിച്ച് അറിയാം. അപ്പോൾ അവിടുത്തെ ഒരു കഥാപാത്രമായിട്ട് ജഗദമ്മ വരികയാണ്. സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ ഒന്നുമില്ല, ജനപക്ഷമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ പഞ്ചായത്തിൻ്റെ പരിമിതികളുണ്ട്, കോമഡിയുണ്ട്, ആനുകാലിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാവും. എന്താണ് ഈ ഒരു പടത്തിൻ്റെ ജോണർ എന്ന് പറയുന്നത്? കോമഡി ആണോ, പൊളിറ്റിക്സ് ആണോ? നമ്മളുടെ പടത്തിനോട് ചേർന്ന സാധനം അല്ല. ഉർവശി കോമഡി ചെയ്യും, എല്ലാം ചെയ്യും. അതുകൊണ്ട് ഉർവശിയെ കൊണ്ടൊരു കോമഡി ചെയ്യിക്കാൻ ഒരു സീനും ഇല്ല. ആ സിനിമയിലുള്ള ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് നിങ്ങൾക്ക് ചിരിക്കാനുണ്ടാവും. സിനിമയെ സ്നേഹിക്കുന്നവർക്കും ശ്രദ്ധിക്കുന്നവർക്കും. ഇപ്പോൾ ഒരു കുടുംബ സിനിമയാണ്, നമുക്ക് കുടുംബ പ്രേക്ഷകർക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞു. എൻ്റെ ക്വസ്റ്റ്യൻ മാമിൻ്റെ അടുത്താണ്. അതായത് ഭർത്താവാണ് ഇതിലെല്ലാം ചെയ്തേക്കുന്നത്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ എല്ലാം ഭർത്താവാണ്. ഫസ്റ്റ് മൂവി ആയിരിക്കുമല്ലോ എല്ലാം ഭർത്താവ് ചെയ്യുന്ന ഒരു പടത്തിൽ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? ഇതൊന്നുമില്ല. ഞങ്ങളിത് കുറേ ഒരു 10 കൊല്ലത്തിന് മുൻപ് മുതലേ കൊച്ചു ഇതിനകത്തുള്ള എല്ലാം പരസ്പരം സംസാരിച്ച് ഓരോ അദ്ദേഹം കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് അത് ഇത് വെച്ച് സംസാരിച്ച് ഇതൊരു സിനിമാ വിശേഷം പോലെ തോന്നിയിട്ടില്ല. അപ്പോൾ അതെങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പം ഒരു സന്ദർഭത്തിൽ തോന്നി ഇതൊരു കൊച്ചു പടമായിട്ട് ചെയ്തായിരുന്നായിരിക്കുമല്ലോ. ഇനി താങ്കളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ലെജൻഡാണ് കൂടെ ഇരിക്കുന്നത്. എനിക്ക് പോലും ചെറിയ വിറയലുണ്ട്. എന്നിരുന്നാലും ഞാൻ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം, കൂടെ അഭിനയിച്ചതിൻ്റെ ഒരു അനുഭവം എന്താണ്? ഇതിലൊരു ക്യാരക്ടറിനെ പറ്റി പറയാനുള്ളത്? ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജഗദമ്മ അക്ക എന്ന് വിളിക്കുന്ന ജഗദമ്മ അക്കയുടെ വാലു പോലെ കൂടെ നടക്കുന്ന അൻവറിന്റെ ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ അക്ക എന്നാണ് വിളിക്കുന്നതെങ്കിലും അമ്മയെ പോലെയാണ് എന്ന് പറയാം. അപ്പോൾ ജഗദമ്മ അക്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി മടിക്കാത്ത, എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. അൻവറെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓ എന്ന് പറഞ്ഞ് അടുത്ത് തന്നെ ഉണ്ടാവും. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു 45 ദിവസം പഠിച്ച് ഇറങ്ങാൻ പറ്റി. അപ്പം ഫുൾ ടൈം ചേച്ചിയുടെ കൂടെ ഇരിക്കുക. ചേച്ചിയുടെ അടുത്ത് നമ്മൾ ചേച്ചി അഭിനയിച്ച സിനിമകളുടെ തന്നെ കഥകൾ ചോദിച്ചാൽ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ പഠിക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ സെറ്റിൽ വരുമ്പോൾ നമ്മൾ ആ സീൻ വായിക്കുമ്പോഴത്തേക്കും ഇതിൽ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കഥയായിട്ടാണ്. അപ്പൊ ആ തിരുവനന്തപുരം ഭാഷയാണ് ഞങ്ങൾ ഇതിനകത്ത് പറയുന്നത്. ഫുൾ ഓൺ എല്ലാവരും തിരുവനന്തപുരം ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്കും അത് ഒരു പുതിയൊരു തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കും ആ ഒരു ആക്സെന്റ് പെട്ടെന്ന്
പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചി വന്ന് എല്ലാം ഈസി ആക്കി തന്നു. കാരണം ചേച്ചി സെറ്റിൽ വരും, ചേച്ചി സീൻ വായിക്കും, മോനെ മക്കളെ ഇത് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്ന് വെച്ചിട്ട് ചേച്ചി എൻ്റെ സംഭാഷണങ്ങളും കൂടി വായിക്കുമ്പോൾ ഞാൻ അത് കേട്ട് അതങ്ങനെ അങ്ങ് റീപ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു ജോലി മാത്രമായിരുന്നു എൻ്റേത്. നമുക്ക് സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസും എന്നാൽ ഒട്ടും നമ്മളെ എന്താ പറയണ്ടത് ടെൻഷൻ ആക്കാതെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചേച്ചിയും അതെ ശിവേട്ടനും അതെ. അതൊരു നമുക്കൊരു ഫിലിം സെറ്റിലുള്ള പോലെയല്ല അല്ലേ ചേച്ചി? ടൈറ്റിലിന്റെ ഒരു ഉറവിടം പാൻ പഞ്ചായത്ത് സിനിമ ഒരു ആക്ഷേപഹാസ്യമല്ല ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് കൂട്ടിയാ കൂടുന്നത് ചെയ്യാവൂ എന്ന് പറയും. അപ്പോൾ ഈ പഞ്ചായത്ത് എൻ്റെ കയ്യിൽ നിൽക്കും, എന്നാൽ പോലും നമുക്കറിയാം നമ്മുടെ കഥാപാത്രം എങ്ങനെയിരിക്കണം. അതുകൊണ്ട് ഈ പാൻ പഞ്ചായത്ത് എന്ന് പറയുന്നത് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഒരു പഞ്ചായത്തിലെ പല പഞ്ചായത്തുകളുടെയും കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് കുറച്ച് നർമ്മവും സീരിയസ് ആയിട്ട് ആനുകാലികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. 700ഓളം പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ 700-ന് മേലെ പടങ്ങൾ എന്ന് എല്ലാരും പറയുന്നുണ്ട്. ഞാൻ എണ്ണീറ്റേയില്ല. പക്ഷെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഭാവമാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പറയാനുള്ള മുന്താണെ മുടിച്ച് എന്നതിൽ നിന്നും ജഗദമ്മയിലേക്ക് എത്തുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം എന്താ പറയാനുള്ളത്? ഞാൻ തിരിഞ്ഞു നോക്കാം. പ്ലീസ് ഒന്ന് തിരിഞ്ഞു നോക്കണം. അങ്ങനെ നോക്കണം. ഇല്ല, എന്താ അറിയോ, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ച് ഞാൻ പ്ലാൻ ചെയ്ത് നടന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഹൈസ്കൂളിലേക്ക് എന്താ പറയുന്നത് 10th കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇന്നത് പഠിക്കണോ ഇങ്ങനെ ആവണോ എന്നൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ മുൻപ് ഞാൻ ഇങ്ങനെയൊക്കെ ആവണം എന്ന് ഇവിടെ തീരുമാനിച്ച് വെക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് പ്ലാൻ ചെയ്യാൻ അവസരമില്ല. അപ്പം സിനിമയാണ് നമ്മുടെ തട്ടകം എന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടാൻ ഒരു 100 സിനിമ കഴിയേണ്ടി വന്നു. ഇനി പഠിത്തമില്ല, സ്കൂളില്ല, അങ്ങോട്ടൊന്നും ഇല്ല, നമ്മളിവിടെ ആണ് എന്ന് ബോധ്യം വരാൻ അത് വന്നു കഴിഞ്ഞു. പിന്നെ മലയാളത്തിലെത്തി പല ക്യാരക്ടേഴ്സും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരുപാട് ആർട്ടിസ്റ്റിനെ നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ, തിലകൻ, മമ്മൂട്ടി, മോഹൻലാൽ, എത്ര ആർട്ടിസ്റ്റുകളാണ് മലയാളത്തിൽ. ഇത്രയും സമൃദ്ധമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ എത്ര വരാം. ഞാൻ ആരുടെയും പേര് പറയേണ്ട കാര്യമില്ല. ഒരു കൂട്ടം വലിയ കലാകാരന്മാരും ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് ഈ ജോലിയുടെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടത്. ഇത് അങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കേണ്ടതല്ല. ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ഞാൻ അറിഞ്ഞിരുന്നില്ല. തുടക്കകാലത്ത് എനിക്കറിയത്തില്ലായിരുന്നു. ഒറ്റപ്പടം കൊണ്ട് സ്റ്റാറായി, ഒരു വർഷം ആ പടം ഓടുന്നു. ഇങ്ങനെയൊക്കെ സാധാരണ ഒരു സംഭവം അങ്ങനെ തോന്നിയുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനായിട്ട് ക്യാരക്ടർ ചോദിക്കുകയും അതെന്താണ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോഴും അപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഡയറക്ടറെ മാത്രമേ ഉള്ളൂ എനിക്ക് വിശ്വാസം. പിന്നെ ചുമ്മാ തിരിഞ്ഞ് നോക്കില്ലേ, അങ്ങനെ നോക്കാൻ ഇവരാരും സമ്മതിക്കുന്നേ ഇല്ലല്ലോ. മുമ്പോട്ട് പോകാൻ മുന്നോട്ടേക്കാണ് അല്ലേ, ജഗദമ്മയായിട്ട് മുന്നോട്ടാണ്. ഇപ്പോൾ ഒത്തിരി ലെജൻസിൻ്റെ പേര് പറഞ്ഞു, നമുക്ക് മൺമറഞ്ഞു പോയ ഒത്തിരി താരങ്ങളുണ്ട്. ഞാൻ എടുത്ത പേരുകൾ പറയുന്നില്ല. അപ്പോൾ ഒരു സിനിമാ സെറ്റിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ ആ ഒരു ഒഴിവ് എന്തായാലും അവിടെ കാണും. അപ്പോൾ മാമിന് എങ്ങനെയാണ് ആ ഒരു ഫീല് ഉണ്ടാകാറുള്ളത്? വിഷമം തോന്നാറുണ്ടോ? വിഷമമല്ല, ആ ഒഴിവ് എന്ന് പറയുന്നത് അഞ്ചു ചോദിച്ചത് 100% കറക്റ്റ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് KPSC ചെയ്യേണ്ട ഒരു റോൾ ചെയ്യുമ്പോൾ അവരുടെ മുഖം ഓർക്കാതിരിക്കാൻ പറ്റുമോ? സ്ഫടികം എന്നൊരു സിനിമ ഇപ്പോൾ രണ്ടാമത് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം കരമന ജനാർദ്ദനൻ നായർ, എത്ര പേര്, രാജൻ ബി ദേവ്, തിലകൻ, KPSC ലളിത, നെടുമുടി വേണു, അങ്ങനെ ഒരുപറ്റ ആൾക്കാരില്ലല്ലേ ഇവരൊന്നും. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്തൊക്കെ എന്തൊരു വലിയ സംഭവമായിരുന്നു. അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ ഒരിക്കൽ പോലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. നമ്മളൊക്കെ എപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞ് അമിത സ്വാതന്ത്ര്യം എടുത്തു പോയോ? ആ വാല്യൂ ഞാൻ അറിഞ്ഞില്ലേ? അവരൊക്കെ എന്നെ കൊണ്ടു കിടക്കുമായിരുന്നു. KPSC ചേച്ചി എന്ന് പറഞ്ഞാൽ സെറ്റിലുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മുഴുവൻ നിയന്ത്രണവും അവരുടെ കയ്യിലായിരിക്കും. റൂമിൽ ഫോൺ വന്നാൽ ആരാ അവർ റെഡിയാവുക, അപ്പോൾ എത്തോത്തിനെ ഇപ്പോൾ വിളിക്കുന്നത്, കാലത്ത് ഇപ്പോഴാണോ വിളിക്കുന്നത്, ആ ഷൂട്ടിങ് നടക്കുന്ന അങ്ങോട്ട് വാ. എന്നോട് അഭിപ്രായമൊന്നും ചോദ്യമൊന്നുമില്ല. കഴിക്കേണ്ട സാധനങ്ങൾ അതെന്തിനാ അത് കഴിക്കുന്നത്? അത് കൊള്ളത്തില്ല വെച്ചേ, അത് മുള്ളൊരുപാടുള്ള മീനാണ്, അതുകൊണ്ടേ ഒന്നും കൊള്ളണ്ട, അതെടുത്ത് മാറ്റി എന്നാൽ ഇത് കഴിച്ചാൽ മതി.
അത്രമാത്രം സ്വാതന്ത്ര്യമുള്ള അമ്മമാരായിരുന്നു എനിക്കവർ. അതുപോലെ നെടുമുടി വേണുവട്ടം ചെയ്യേണ്ട ഒരു റോള്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരുന്ന പോലെ ഒരു റോള് മറ്റൊരാൾ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് നമ്മുടെ മുമ്പിൽ അത് ഓർക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ അവിടെയും ഒരു ഭാഗ്യം ചിന്തിക്കുന്നത് സാധാരണ ജീവിതത്തിലുള്ള പോലെയല്ല. അവരെ എപ്പോൾ എവിടെയെങ്കിലും കാണാൻ നമുക്ക് സോഴ്സ് ഉണ്ടല്ലോ, ലൈവായിട്ട് അവരുടെ നടപ്പും ചിരിയും. അപ്പം സിനിമ എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യം ഉള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന സ്ഥലങ്ങൾ. അതേപോലെ ഏത് വേഷം ഇടാം. IAS പഠിക്കാതെ IPS ഓഫീസർ, ഡോക്ടർ, എഞ്ചിനീയർ, ശൂന്യാകാശത്ത് എല്ലാ വേഷവും അവർ ആരും ചോദ്യം ചെയ്യത്തില്ലല്ലോ. അതാ പറഞ്ഞേ, ഏത് വേഷം വേണമെങ്കിലും ഏത് വേഷം വേണമെങ്കിലും ചെയ്യാം. എന്തുകൊണ്ട് ഇന്ന വിഭാഗക്കാർ ഈ മതത്തിനെ പറ്റിയുള്ളൊരു ക്യാരക്ടർ അഭിനയിച്ചു, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് സിനിമ എന്ന അപ്പം നമുക്ക് തോന്നും. നാടകവും സിനിമയല്ല. അതിൻ്റെ ഒരു ചോദ്യമാണ് ഇപ്പം മാം പറഞ്ഞ കാര്യം. പണ്ട് കാലത്തില്ലാത്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇന്നൊരു പടം റിലീസാകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നോക്കി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ എമ്പുരാൻ്റെ അവസ്ഥയാണെങ്കിലും നമ്മൾ എന്തൊക്കെ നോക്കണം, ശ്രദ്ധിക്കണം ഒരു പടം ഇറക്കുമ്പോൾ എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ. അതിൽ നിന്നും നമ്മൾ അത് നോക്കിയായിരിക്കും ഒരു പടം. അതിനൊരു ദയവ് ചെയ്ത് സിനിമകളുടെ പേര് ഉപയോഗിക്കരുത്. കാരണം അത് കുറേ ജീവിതങ്ങളാണ്, എത്രയോ പേരുടെ ജീവിതങ്ങളാണ്. പിന്നെ രണ്ട് കാര്യമാണ്. ഒന്ന്, ഇഷ്ടംപോലെ സമയമുള്ളവർ. രണ്ട്, ക്രിട്ടിസൈസ് ചെയ്താൽ രക്ഷപ്പെടാം. ഇപ്പം നമ്മൾ പറഞ്ഞത്. പിന്നെ വ്യത്യസ്തത പുലർത്തുക. ഞാൻ ഈ പാൻറ് വെള്ളയും ഇത് കറുപ്പൂട്ട അയാൾ നോക്കും, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. പിന്നെ വരുമാനം, ഇൻകം, ഇതൊക്കെ കിട്ടുമ്പോൾ ആൾക്കാർ ചെയ്യും. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ യൂട്യൂബിൽ ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു പാളയം മാർക്കറ്റിൽ വന്ന മീൻ ഈച്ച പറ്റിയെന്ന് എഴുതിയാൽ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ആരും നോക്കത്തില്ല. ഉർവശി പൊട്ടിക്കരഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങളപ്പോൾ ആരായാലും ഉർവശി പൊട്ടിക്കരഞ്ഞു. എന്തിന്? ഇച്ചിരി എരിയുള്ള, പിന്നെ എഴുതും എരിയുള്ള മീൻകറി കഴിച്ചിട്ടാ. ആദ്യം ഉർവശി പൊട്ടിക്കരഞ്ഞു. ഉർവശിയും ഹസ്ബൻഡും റൂമിൽ നിന്ന് ഭയങ്കര ശബ്ദം കേട്ടു, കയ്യിൽ നിന്ന് ഗ്ലാസ് വീണായിരിക്കും, അത് അവസാനം പറയും. അപ്പോൾ ഇത് ക്യൂരിയോസിറ്റി വളർത്തി കാശുണ്ടാക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, പലരും എല്ലാ അസൂയയോടെയും ഇതൊക്കെ നോക്കുന്നവരുണ്ട്. സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തരാനോ ഒന്നും ഉള്ളതല്ല. നമുക്ക് ചിലർക്ക് എല്ലാം ഇഷ്ടപ്പെടത്തില്ല. എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ എടുക്കാൻ പറ്റുമോ? പിന്നെ ഒന്നാമത് മഹാഭാരതമോ ഖുറാനോ ഗീതയോ ഒന്നും അല്ലല്ലോ. നിങ്ങളെങ്ങനെ അങ്ങനെ മാറ്റും, നിങ്ങളെങ്ങനെ ഇങ്ങനെ എടുക്കുമെന്ന് വിമർശിക്കാൻ. എൻ്റെ സിനിമ എൻ്റെ സിനിമ, എനിക്കിപ്പോൾ ഇങ്ങനെ എടുക്കണമെന്ന് തോന്നി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആശ്വാസമുണ്ട്, പണ്ടത്തെ പോലല്ല. കാരണം നമ്മളൊരു സ്ട്രീറ്റിലൊരു 30 വീടുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞതൊരു 10 വീട്ടിലെങ്കിലും വിഷ്വൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ കാണും. ഇതിൻ്റെ ഗൗരവം അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഷൂട്ടിംഗ് സ്പോട്ടുകളിലുള്ള പണ്ടത്തെ പോലെ ജനങ്ങളുടെ സിനിമ നെഗറ്റീവ് കമൻസ് കുറഞ്ഞത്. കാരണം അവരുടെ ഉള്ളിൽ അറിയാതെ എന്ത് കഷ്ടപ്പെട്ടും എന്ത് പ്രയാസപ്പെടുന്നു. ഈ TV വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇതുപോലെ മീഡിയ വഴി ഞങ്ങൾക്കും കൂടെ ഹെൽപ്പാവുന്ന തരത്തിൽ പരസ്യം ചെയ്യുന്നവരായിരിക്കും. അതല്ലെങ്കിൽ സീരിയലായിരിക്കും, അതല്ലെങ്കിൽ സിനിമയായിരിക്കും, അല്ലെങ്കിൽ വെറും യൂട്യൂബിൽ അവരെന്തെങ്കിലും അവരുടേതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ഒരാളെങ്കിലും കാണും. അതത്രയും അവർക്കറിയാം. എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, ആധികാരികമായിട്ട് ഇന്നതാണ് ഈ പുസ്തകത്തിലുള്ളതുപോലെ താണ്ട് MBBSന് WHO ഇറക്കിയ ബുക്കാണ്, ഇതിനകത്ത് പാരാസെറ്റമോളിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് ഇങ്ങനെ ഉപയോഗിക്കാവൂ എന്ന് പറയുന്ന സാധനമല്ലല്ലോ സിനിമ. റൂൾ ഒന്നുമില്ലല്ലോ. അതിനകത്ത് ബുക്ക് ബാക്കിനകത്ത് ഇങ്ങനെ വേണം, ഈ ആൻസറിന് ക്വസ്റ്റ്യന് താണ്ടിരിക്കുന്നു ആൻസർ, ഇതൊന്നുമല്ലല്ലോ. എൻ്റെ സിനിമ എൻ്റെ സിനിമ. അതിനെ പിന്നെ നിങ്ങൾ അർത്ഥതലങ്ങൾ കണ്ടെത്തിയാൽ ചില പടങ്ങൾ വരച്ചേക്കും. പണ്ടൊക്കെ എന്തും അർത്ഥമൊന്നും മനസ്സിലാകത്തില്ല, കുറേ വരയും കുറിയൊക്കെ കാണും. സാംസ്കാരിക സാഹിത്യ അക്കാദമി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ചില സംഭവങ്ങളിൽ എന്തു സംഗതി ഇതൊന്നും മനസ്സിലാകത്തില്ല. ഇവിടെ കുറേ കളറും ഇത് വരച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അതിന് ബുദ്ധിയുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പം മിനി ചേച്ചിയാണ് അതിൻ്റെ കമൻറ്റ് പറയുന്നത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പറയും, ഇത് ഇങ്ങനെയാണ്, ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ. അല്ല, കളിയാക്കല്ല, നമ്മൾ എന്നെപ്പോലെ വിവരമില്ലാത്തവരെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന പോലെ അതിന് എന്തർത്ഥവും നിങ്ങളാ വരച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തർത്ഥവും പറയാം. ഞാനിതിങ്ങനെയായിരുന്നു, ദുഃഖത്തിൻ്റെ ആ സ്നൂന പഥങ്ങളിലേക്ക് കടക്കുമ്പോൾ ആളെങ്കിൽ പ്രസംഗിക്കുന്ന പോലെ ആ ഒരു അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ചിരിക്കുവാനങ്ങ് പോകണ്ട, കാരണം ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ മൂഞ്ഞാണം എങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ ഈ വാക്ക് എനിക്കറിയാൻ വയ്യ, മൂഞ്ഞാണെന്ന് വെച്ചാൽ എന്താ?
അപ്പം പക്ഷെ ഞാനത് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ. അപ്പം ഞാൻ അതെ അത് ഇത്തിരി കുഴപ്പമാണത്. പക്ഷെ അതിൻ്റെ ഉദ്ഭവിക്കൽ ഉദിച്ച ആ ഒരു തലനങ്ങളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ സാങ്കല്പികതയിലേക്കുള്ള ഒരു സമദൂരം എങ്ങനെയാണ്? അല്ല അതിപ്പം നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ മണിക്കൂറുകളോളം സംസാരിക്കും. അപ്പം നമ്മൾ ബുദ്ധിയുള്ളവരായിട്ട് ഭാവിക്കും. അല്ല, ഇതാ പറഞ്ഞത്, ഇത് ഒന്ന് കണക്ട് ചെയ്തോണം. പലരും ഇതാണ് ഇന്നില്ല. സിനിമ. അല്ല, ഇത് പലരും ഇന്ന് ഇല്ലാന്നതിന്റെ ഒരു ഇതായിട്ട് കൂട്ടിയാൽ മതി. അതെ, അയ്യോ മാളങ്ങളുടെ കാരണം അദ്ദേഹം എന്നറിയോ, ബോറടിപ്പിച്ച് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കും. സിനിമയെ അത്ര ഗൗരവത്തോടുകൂടി കണ്ട് വിമർശിക്കുന്നതിലൊരു സന്തോഷമുണ്ട്. കാരണം ഇത്രയും കോടി ചിലവാക്കി ഒരു സിനിമ എടുക്കുന്നു, ആ സിനിമയിൽ ഇതാ ഇങ്ങനെയൊക്കെ വരുന്നല്ലോ എന്ന് പറഞ്ഞ് ഗൗരവമായിട്ട് വിമർശിക്കുന്നത് നല്ല കാര്യം. അതിപ്പം എല്ലാ കാലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഏതെങ്കിലും മാഗസീനിൽ വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെ വരാറുള്ളൂ. പക്ഷേ ഇത് ചുമ്മാതെ വെറുതെ നമ്മളായിട്ട് സങ്കല്പിച്ച് ഇങ്ങനെയാണ്, ഇങ്ങനൊരു ഈ ടൈറ്റിലിൽ ഇങ്ങനെ വന്നാൽ ഇങ്ങനെയാണ് എന്ത് നിങ്ങൾ തന്നെ കുറേ അർത്ഥം പറയുമ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോവുക. എൽസകഥമ്മ എന്ന് പറഞ്ഞ് ഇട്ടപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിച്ചില്ലല്ലോ, ഇത് ഇന്ന ഭാഷയിൽ ഇങ്ങനെ വന്നിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടം വരെയൊക്കെ എത്ര എന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ പോലെയുള്ള നിസ്സാരമായൊരു കാര്യം, ഇത് കുറേ പേരുടെ ജീവിതമാണെന്ന് എളിമയായിട്ട് ചിന്തിച്ചാൽ തീരുന്നതേ ഉള്ളൂ. എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു സർ ഈ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ എല്ലാം ചെയ്യാൻ സാറിന് എത്രത്തോളം ചലഞ്ചിങ്? എനിക്ക് ഈ ചലഞ്ചിങ് എന്നുള്ള വാക്ക് എനിക്ക് ഫീൽ ആയിട്ടില്ല. പിന്നെ അഞ്ചു ഉദ്ദേശിക്കുന്ന ചോദ്യത്തിലൂടെ ഉദ്ദേശിച്ച ഒരു കാര്യം, മറ്റൊരു പ്രൊഡക്ഷൻ ആയിരുന്നു എങ്കിൽ ഇതിൻ്റെ ചലഞ്ചിങ്ങിനെ കുറിച്ച് മറ്റൊരു അനുഭവമാവും. ഈ സിനിമ ഉണ്ടാകാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളും അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ ഒരു സ്വന്തം സഹോദരനെ പോലെ കണക്കാക്കുന്ന വ്യക്തി, അവർക്കൊന്നും പേരുകൾ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് താല്പര്യമില്ലാത്തവരാണ്. ഇത് സിനിമയാവണം എന്നാഗ്രഹിച്ച് ഒരുപാട് പേരുടെ ഒരു അണിയറ പ്രവർത്തനങ്ങൾക്ക് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു അനുഭവമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം എല്ലാത്തിനും സജീവമായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രൊഡ്യൂസർ ഒരു അവസരം കൊടുത്തൊരു ഡയറക്ടർ വരുമ്പോൾ അവിടെ നിൽക്കേണ്ട രീതിക്ക് ഓരോ ദിവസവും മറുപടി പറയാൻ എൻ്റെ മുമ്പിൽ ഒരാളുണ്ടല്ലോ, അയാളോട് ഞാൻ ബോധിപ്പിക്കണമല്ലോ എന്നുള്ള അതൊരു, അദ്ദേഹം ഏറ്റവും നല്ല ആളാണെങ്കിൽ പോലും ഒരു പ്രഷർ അകത്ത് കിടക്കും. ആര് കാരണം ഷൂട്ടിംഗ് ഒന്ന് വൈകിയാലും എന്തിൻ്റെ പേരിൽ ഒരു കുറച്ച് ഇതുണ്ടായാലും നമ്മൾ ബോധിപ്പിക്കേണ്ട ഒരു വ്യക്തി ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ അതില്ല, ഞങ്ങളുടെ പ്രൊഡക്ഷനാണ്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ ഇവിടെ കഴിയുകയാണ്. മെയ് 2-ന് ഇറങ്ങുന്ന എൽ ജഗദമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വലിയൊരു അടിപൊളി പടമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.